നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കുമെന്നും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന. അപ്പൊ റെനിഷ റഹ്മാൻ എന്ന് പറയുന്ന സീരിയൽ നടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കാൻ പോയത് കാരണം അവർക്ക് കിട്ടിയ പൊങ്കാലയാണല്ലോ ഇപ്പൊ പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായ റെനിഷ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കാൻ പോയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. നോമ്പ് തുറന്ന ഉടനെ തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കാൻ പോകുന്നു. കൊള്ളാം. തുടക്കം തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇനി എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ ഷൂട്ടിന് വേണ്ടി ട്രിവാൻഡ്രം വന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊങ്കാല സമയത്ത് ട്രിവാൻഡ്രം നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഇത്തവണ വരാനായിരിക്കണം നിമിത്തം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ മറ്റൊരു പേര്. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു ഉത്സവം എന്ന നിലയ്ക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആറ്റുകാൽ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട്. ശരി, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ മാത്രമല്ല നീലക്കുയിൽ എന്റർടൈൻമെന്റ് മീഡിയാസിലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. റെഡിയായി നേരെ താഴെ റിസപ്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു പാലക്കാടിൽ നിന്നും വന്ന ഒരു വലിയൊരു കൂട്ടം. ഇവർ പാലക്കാടിൽ നിന്നും ബസ്സിലാണ് വന്നത്. അവർ തന്നെയായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പൊങ്കാല ഇട്ടതും. എന്റെയും ചിന്നുടെയും ലൈഫിൽ തന്നെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് പല സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ചേച്ചിമാര് തന്നെയാണ് ഞങ്ങളുടെ പല ഡൗട്ട്സ് പറഞ്ഞു തന്നതും ഞങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്തതും. പൊങ്കാല ഇടുന്നതിന്റെ ഒരു വിശ്വാസം എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കേട്ടപ്പോൾ. അതായത് മൺപാത്രത്തെ നമ്മുടെ ശരീരമായിട്ട് കരുതും. അതിലേക്കിടുന്ന അരി നമ്മുടെ മനസ്സായും സങ്കല്പിക്കും. ഈ അരി തിളച്ച് പുറത്ത് പത ചാടുമ്പോൾ മനസ്സിലെ കൊള്ളരത്തായ്മ പുറത്ത് തള്ളപ്പെടും. എന്നിട്ട് ശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും, അതായത് നന്മയും സ്നേഹവും വിവേകവും ചേർക്കുന്നതിലൂടെ ആത്മീയമായി ദേവിയിലോട്ട് നമ്മൾ അടുക്കുന്നു. ഉത്തരം ഹൈവ, നല്ല രസമുള്ള കോൺസെപ്റ്റ് അല്ലേ. ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ കണ്ടെങ്കിൽ കൂടിയും ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ട വീഡിയോസ് എന്ന് പറയുന്നത് അവിടേക്ക് പങ്കെടുക്കാൻ വരുന്ന സെലിബ്രിറ്റി പെണ്ണുങ്ങളുടെ മാറിടം സൂം ചെയ്യുന്ന വീഡിയോകളാണ്. അത് വേറെ കാര്യം. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ് ഇവിടെ റെനീഷ പങ്കുവെച്ചതെന്ന് പറയാതെ വയ്യ. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ആചാരം എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിലും അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പിടികിട്ടില്ല. അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ലല്ലോ. അങ്ങനെ ലോജിക്കലി ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു മതത്തിലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാ മതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിലെ ആചാരങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുക, അതിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുക, അത്ര തന്നെ. എന്തിനു പറയുന്നു, നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ദൈവത്തിൽ പോലും നമ്മൾ വിശ്വസിക്കുന്നില്ലേ. അവിടെ നമ്മൾ ലോജിക്ക് നോക്കാറില്ലല്ലോ. അപ്പൊ അതേപോലെയൊക്കെ തന്നെയാണ് ഇതും. എന്തായാലും കൊള്ളാം. കേട്ടപ്പോൾ എനിക്ക് ആ കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിവേ, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തന്നതിന് റെനീഷയ്ക്ക് താങ്ക്സ്. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളും അവിടെ സഫലമാവുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടപ്പോൾ. ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കുമെന്നും ആപത്തുകൾ ഒഴിവായി പോകുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസം സത്യമായതുകൊണ്ട് തന്നെയാവും ഓരോ വർഷവും ഇവിടെ കൂടുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരുന്നത്. ശരി, അത് അതുകൊണ്ടൊന്നുമല്ല. ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്തു കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം നല്ല പബ്ലിക് അറ്റൻഷൻ കിട്ടും. അത് മനസ്സിലാക്കിയാണ് പലരും ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് ഒഴുകി എത്തുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചിപ്പി ചേച്ചിയുടെ കടന്നു വരവോടുകൂടി ആറ്റുകാൽ പൊങ്കാലയിൽ ഉണ്ടായ മാറ്റത്തെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വിപ്ലവം തന്നെയാണ് നമ്മുടെ ചിപ്പി ചേച്ചി സൃഷ്ടിച്ചു വെച്ചത്. എല്ലാ കൊല്ലവും ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ വരുന്നത് കാരണം ചിപ്പി ചേച്ചിക്ക് നല്ലോണം പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ തുടങ്ങിയതോടെ ഇവിടെ പല സെലിബ്രിറ്റീസും എന്ത് ചിന്തിക്കാൻ തുടങ്ങി, ഞാനും ആറ്റുകാൽ പൊങ്കാലയിലേക്ക് പോകട്ടെ, എനിക്കും ഇതുപോലെ ഒരുപാട് പബ്ലിക് അറ്റൻഷൻ കിട്ടും എന്ന് വിചാരിച്ച് പലരും അങ്ങോട്ട് ഒഴുകിയെത്താൻ തുടങ്ങി. അങ്ങനെ ഒഴുകിയെത്തി ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ഒരു കോർണറായി ആറ്റുകാൽ പൊങ്കാല മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതനുസരിച്ച് ഓൺലൈൻ മീഡിയക്കാർ നല്ലോണം മുതലെടുക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓരോ വർഷം കൂടുന്നവരും ഇത്രയും ആൾക്കാർ അവിടെ തിക്കി കൂടാനുള്ള കാരണം. പിന്നെ ജെന്യൂനായി അവിടെ പങ്കെടുക്കുന്നവരുണ്ട് കേട്ടോ. അവരെ ഞാൻ മോശമാക്കി സംസാരിക്കുന്നില്ല. പിന്നെ റെനീഷ പറഞ്ഞ പോലെ വിശ്വാസത്തിന്റെ ഭാഗമായി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഞാൻ താഴ്ത്തി കെട്ടിയതല്ല. പക്ഷെ പബ്ലിക് അറ്റൻഷന് വേണ്ടി വലിയൊരു വിഭാഗം ഓരോ വർഷവും ഒഴുകി എത്തുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. പിന്നെ വർഷം കൂടുന്തോറും ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള മൈലേജ് കൂടിക്കൂടി വരികയാണ്. അതിനുള്ള കാരണം എന്താണ്? സെലിബ്രിറ്റീസ് പാർട്ടിസിപ്പേഷൻ ഇപ്പൊ ഓരോ വർഷവും കൂടുന്തോറും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ മൈലേജും കൂടല്ലോ. കൂടുതൽ സെലിബ്രിറ്റീസ് പങ്കെടുക്കുമ്പോൾ കൂടുതൽ പൊതുജനത അറിയാൻ കാരണമാവല്ലോ. അപ്പൊ അതും ഓരോ വർഷം കൂടുന്തോറും ആറ്റുകാൽ പൊങ്കാലയിലേക്കുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കൂടാനും കാരണമായിട്ടുണ്ട്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഞങ്ങൾ എല്ലാവരും ജലപാനം പോലും കുടിക്കാതെ ഞങ്ങൾ പൊങ്കാല ഇട്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ വെള്ളം കുടിച്ചത്. എങ്കിൽ പോലും ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ പൊങ്കാല ഇടാനും
പ്രാർത്ഥിക്കാനും കഴിഞ്ഞത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കേട്ടോ കരുതുന്നത്. ഓക്കെ, റമദാൻ മാസം നോമ്പ് പിടിച്ചതിന് ശേഷം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ച് പകൽ സമയത്ത് നോമ്പ് ഒഴിവാക്കി വെള്ളം കുടിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിനുള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് കമന്റ് ബോക്സിൽ റെനീഷയ്ക്ക് കിട്ടാൻ പോകുന്ന തെറിവിളി എന്തായിരിക്കും എന്നുള്ളത്. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. 2:40 ആയപ്പോൾ ക്ഷേത്രത്തിലെ മുഖ്യ ശാന്തി വന്ന് തീർത്ഥം തെളിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും പൊങ്കാല പ്രസാദം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടത് ആക്ച്വലി നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ. ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കലത്തോടുകൂടി പ്രസാദമൊക്കെ എല്ലാവരും പാക്ക് ചെയ്ത് വീട്ടിലോട്ട് മടക്കി യാത്രയായി. എന്തായാലും എൻ്റെ ഈ ആദ്യ പൊങ്കാല ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വല്ലാത്തൊരു കംപ്ലീറ്റ് ഫുൾഫിൽമെന്റ് ഫീൽ ആയിരുന്നു എനിക്ക് തോന്നിയത്. പൊങ്കാലയിൽ കൂടിയവർക്കും അല്ലാത്തവർക്കും അമ്മ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇതാണ് ഒരുപാട് വിമർശനങ്ങൾക്കും തെറിവിളികൾക്കും കാരണമായ റെനീഷയുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ പലരെയും സംബന്ധിച്ചിടത്തോളം റെനീഷ ആറ്റുകാൽ പൊങ്കാലയിൽ പോയി പങ്കെടുത്തതിനേക്കാൾ ഉപരി റമദാൻ മാസം നോമ്പ് ഒഴിവാക്കി ആറ്റുകാൽ പൊങ്കാലയിൽ പോയി പങ്കെടുത്തതാണ് വലിയ പ്രശ്നമായി തോന്നിയിട്ടുള്ളത്. ആ രീതിയിൽ പലരും റെനീഷയുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. മാസത്തെയെങ്കിലും മാനിക്കണമായിരുന്നു. ഉച്ചക്ക് നോമ്പ് തുറന്നു അല്ലേ, ഈ നോമ്പ് കാലത്തെങ്കിലും ഒന്ന് എല്ലാം നിർത്തിക്കൂടെ? നോമ്പ് തുറന്നിട്ട് പൊങ്കാലിടാൻ പോയി, ഉച്ചക്ക് നോമ്പ് തുറന്ന് എന്തിനാണ് ഇതൊക്കെ ആൾക്കാരെ കാണിക്കുന്നത്? നോമ്പ് തുറന്നിട്ട് ഉച്ചക്ക് നല്ല വെള്ളം കുടിച്ച് എന്തൊക്കെയാണ് പ്രഹസനം? അവിടെ പോയാൽ 4 ആള് കാണും, അതിനുവേണ്ടി നോമ്പിനെ കൂട്ടുപിടിച്ചൊരു ക്യാപ്ഷൻ. കഷ്ടം തന്നെ, ഇതൊക്കെ ഏത് യൂണിവേഴ്സാണ്? അയ്യേ, നിനക്ക് എന്ത് ഷൂട്ട് TVM ഒന്നിലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടാലും മതി. നിനക്ക് വേണമെങ്കിൽ അവരുടെ പേര് സ്വീകരിച്ച് ആ മതത്തിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ആരും പിടിച്ചു വെക്കുന്നില്ല. 2 തോണിയിലും കാലിട്ട് നിൽക്കരുത്. 2 മതക്കാരെ കളിയാക്കലാണത്. ഓക്കെ, ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പോയതാണ്. ഈ റമദാൻ മാസമായിട്ട് മുസ്ലിങ്ങളെ കളിയാക്കാൻ പോയതാണ്. കഷ്ടം, 2 തോണിയിലും കാലിട്ട് ജീവിക്കുന്നത്. ഞാൻ മുസ്ലിം ഫാമിലിയിലാണെന്ന് പറയരുത്, മുസ്ലിങ്ങൾക്ക് അത് നാണക്കേടാണ്. നീ ഇസ്ലാമല്ലേ? ഈ നോമ്പിന് തന്നെ കുറിയൊക്കെ തൊട്ട് ഇതൊക്കെ മുസ്ലിം ആണെന്നും പറഞ്ഞിട്ട് എന്താണ് കാണിക്കുന്നത്? ഈ റമദാൻ മാസത്തിൽ തന്നെ വേണമായിരുന്നോ? മൈൻഡ് ആക്കേണ്ട, അണിയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലാണ്. അങ്ങനെ കണ്ടാൽ മതി ഇവിടെയൊക്കെ. നീ മുസ്ലിം അല്ലേ, അപ്പൊ നോമ്പോ? ഇങ്ങനെ നീളുന്നു കമന്റ് ബോക്സ്. ഉള്ളത് പറയാലോ, റെനീഷയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇത്തരം കമന്റുകൾ ഞാൻ മനസ്സിൽ കണക്കൂട്ടിയതാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ റെനീഷ മറ്റൊരു മതത്തിന്റെ ആചാരത്തിൽ പങ്കെടുക്കാൻ പോയി എന്നതിനേക്കാൾ ഉപരി റമദാൻ മാസം നോമ്പ് ഒഴിവാക്കി ആ ആചാരത്തിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. അങ്ങനെ ആളുകൾ ചിന്തിക്കാനും കമന്റ് ചെയ്യാനും ഒരു കാരണമുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും കമന്റ് ഇട്ടവരെ ന്യായീകരിക്കല്ല. നമ്മളൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ഫാക്ട് പറയണല്ലോ, അല്ലാണ്ട് ചുമ്മാ വൈകാരികമായി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് ആളുകൾ ഇവിടെ റെനീഷയെ കൂടുതൽ തെറി പറഞ്ഞ് കമന്റ് ഇട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം നോമ്പ് പിടിക്കേണ്ടത് നിർബന്ധമാണ്. നിർബന്ധം എന്ന് പറയുമ്പോൾ വളരെ നിർബന്ധമാണ്. അകാരണമായി ആ നോമ്പ് ഒഴിവാക്കുന്നത് വലിയ പാപമായിട്ടാണ് ഇസ്ലാം മതത്തിൽ കണക്ക് കൂട്ടുന്നത്. ചില എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാനുള്ള അനുവാദമുള്ളൂ. അതായത് നമുക്കൊരു രോഗം പിടിപെടുക, അതല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത വളരെ അർജന്റ് ആയിട്ട് യാത്ര ചെയ്യേണ്ടി വരിക, പിന്നെ പീരീഡ്സ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. ഈ സാഹചര്യങ്ങളിൽ ഒഴികെ റമദാൻ മാസത്തിലെ എല്ലാ സമയത്തും ഒരു മുസ്ലിം നോമ്പ് നോറ്റിരിക്കണം. അങ്ങനെ നോക്കാത്ത പക്ഷം അത് വളരെ വലിയ പാപമായിട്ടാണ് ഇസ്ലാമിൽ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടായിരിക്കെ, ഒരു മുസ്ലിം നാമധാരി ആയിരിക്കെ ഒരു അമ്പലത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, അവിടുത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നോമ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് പലരും ഈ രീതിയിൽ റെനീഷയെ ചീത്ത വിളിക്കുന്നത്. റമദാൻ മാസമായിട്ട് നോമ്പ് ഒഴിവാക്കിയിട്ട് ഈ പരിപാടിക്ക് നിൽക്കണോ എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിക്കുന്നത്. ഐ റിപ്പീറ്റ് ആയാൽ ഞാൻ ഒരിക്കലും കമന്റ് ഇട്ടവരെ ന്യായീകരിച്ചതല്ല കേട്ടോ. ഇങ്ങനെ ആളുകൾ കമന്റ് ചെയ്തതിന് പിന്നിലുള്ള ചേതവികാരം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നോമ്പ് നോൽക്കണമോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ റെനീഷയ്ക്ക് നോമ്പ് ഒഴിവാക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റെനീഷയുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ നമ്മൾ ആരും കയറി ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഇടയ്ക്ക് ഏതൊരാൾ കമന്റ് ചെയ്തത് കണ്ടു, നീ എന്തിനാണ് മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ. അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ റെനീഷ എന്ന് പറയുന്ന ഒരാൾ നോമ്പ് ഒഴിവാക്കിയത് കാരണം തകർന്നു വീഴുന്നതൊന്നുമല്ല ഇസ്ലാമിന്റെ അഭിമാനം എന്ന് പറയുന്നത്. ഇവിടെ റെനീഷ അല്ലല്ലോ ഇസ്ലാമിന്റെ വക്താവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ഇവിടെ കമന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്ത് തന്നെ ആയാലും നോമ്പ് പിടിക്കണമോ വേണ്ടോ എന്നുള്ളത് റെനീഷയുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. റമദാൻ മാസം ഒരു കാരണവശാലും നോമ്പ് ഒഴിവാക്കരുതെന്ന നിയമം ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ കൂടിയും അത് റെനീഷയ്ക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നീ അങ്ങനെ ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ നമുക്കൊരു അവകാശവുമില്ല. റെനീഷ റമദാൻ മാസം നോമ്പ് പിടിക്കുന്നില്ലേ, അത് റെനീഷയും പഠിച്ചവനും തമ്മിലായിക്കോളൂ. നിങ്ങൾ എന്തിനാണ് അങ്ങനെ വെറി പിടിച്ച് അതിനെ കമന്റ് ചെയ്യാനും തെറി വിളിക്കാനും നിൽക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. എന്തായാലും കമന്റ് ബോക്സിൽ വന്ന് കുറെ ആളുകൾ റെനീഷയോട് നീ ഇസ്ലാമിനെ പറയിപ്പിക്കുകയാണ് പെണ്ണെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. അവരോട് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ ശരിക്കും ആരാണ് ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത്? ഈ കമന്റ് ചെയ്യുന്നവർ തന്നെയല്ലേ? കാരണം നിങ്ങളുടെ കമന്റ് കണ്ട് ഇതാണോ മുസ്ലിങ്ങൾ എന്ന് വിലയിരുത്തുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ പുറത്തുണ്ട്. അവര് നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ എന്താണ് വിചാരിക്കുക? റമദാൻ മാസം ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കി പൊങ്കാലക്ക് പങ്കെടുത്തപ്പോഴേക്കും ഇങ്ങനെ തെറി വിളിക്കുന്നവരാണ് മുസ്ലിം, ഇത്രയും മോശക്കാരാണ് മുസ്ലിം എന്നായിരിക്കുമല്ലോ അവര് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന ആരാണ്? ഈ കമന്റ് ചെയ്യുന്ന നിങ്ങൾ തന്നെയാണ്. ആ ഒരു ബോധം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. അതുകൊണ്ട് റെനീഷ മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്ന, റെനീഷ ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന എന്നും പറഞ്ഞ് മുറവിളി കൂട്ടിയിട്ട് വെറുതെ നിങ്ങളായിട്ട് ഇസ്ലാമിനെ പറയിപ്പിക്കാൻ നിൽക്കണ്ട. കഷ്ടം എന്നല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാം. എന്തായാലും ഇത്തരത്തിലുള്ള കമന്റുകൾ ഒരുപാടായതോടെ റെനീഷ തന്നെ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്ന് കേട്ടോ. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഹലോ,
ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്നറിയോ? അപ്പൊ രാവിലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. അപ്പോ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇഗ്നോർ ചെയ്തേക്കാം, എനിക്കറിയാലോ ഞാൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ ഇതിങ്ങനെ കൂടി വരും. അതിൽ 2-3 കമന്റ്സ് എനിക്ക് ഡിലീറ്റും ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ വീട്ടുകാർ ഒരുപക്ഷെ കണ്ട് ഹേർട്ട് ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു 2-3 കമന്റോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുക്കണം, ഇത് നിൽക്കുന്നില്ല. ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജോലിയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രഹസനമാണെന്നാണ് ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ പറയുന്നത്. രണ്ടാമതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോട് കൂടെ ചെയ്തതല്ല, ചുമ്മാ ഒരു ഷോ ഓഫ് പ്രഹസനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്കൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഫസ്റ്റ് പറഞ്ഞല്ലോ ജോലിയില്ല, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മാസവും 1 തൊട്ട് 15 വരെ ഫ്ലവേഴ്സ് ചാനലിൽ സുഗമോ ദേവി എന്നുള്ളൊരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. 16 തൊട്ട് 30 തീയതി വരെ സീ കേരളത്തിൽ ചെമ്പരത്തി എന്നുള്ളൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. 30 ദിവസമല്ലേ ഉള്ളൂ ഒരു മാസത്തിൽ. അപ്പൊ ആ 30 ദിവസം എനിക്ക് വർക്ക് ഉണ്ട്. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ, വേറെ വീഡിയോസ്, പ്രൊമോഷണൽ വീഡിയോസ്, അതുമല്ലാതെ ഇനോഗ്രേഷൻസ്, വ്ളോഗിങ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ജോലിയുണ്ട്, കൂലിയുണ്ട്, സമ്പാദ്യമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഒരു ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായല്ലോ. ഇനി രണ്ടാമത് പറഞ്ഞത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന്, വെറുതെ പ്രഹസനം കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയയിലാണ്. അപ്പൊ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയും ഒക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും തന്നെയാണ് ഞാൻ ആ പൊങ്കാല ഇട്ടത്. പിന്നെ ചിലർ പറയുന്നുണ്ട് അത്രയും നല്ലൊരു വേളയിൽ പോയി ഞാൻ അവരുടെ ആ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്തു അല്ലെങ്കിൽ അത് നാശമാക്കി കൊളമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പൊങ്കാല ഇടാൻ പോകുന്നതിന് മുന്നേ പലരോടും ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അവര് പറഞ്ഞത് ജാതി മത വർണ്ണ ഭേദം ഒന്നുമില്ലാതെ വിശ്വാസത്തോടെ ഏതൊരു സ്ത്രീക്കും മനസ്സും ശരീരവും ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ് പൊങ്കാല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ക്രൈറ്റീരിയ എല്ലാം ഞാൻ ഫോളോ ചെയ്ത് മനസ്സും ശരീരവും എല്ലാം വൃത്തിയാക്കി പൊങ്കാല ഇടണം എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ തന്നെയാണ് പൊങ്കാല ഇട്ടത്. എന്ത് ഇങ്ങനത്തെ ഉള്ള ഡിസ്റെസ്പെക്ട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് 7-8 വർഷമായി ഞാൻ വരുന്നു സീരിയലിന്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓഫ് ഡേ കിട്ടുമ്പോൾ ഞാൻ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിൽ തൊഴാൻ പോകും. ഞാൻ പോവാറില്ല. എനിക്ക് വിശ്വാസമുണ്ട്, കാണണം എന്ന് പോയി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പോവാറില്ല. കാരണം അവരുടെ വിശ്വാസം അന്യമതത്തിലുള്ളവർക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, സാരമില്ല. ഞാൻ പുറത്തുനിന്ന് അതിലൂടെ പാസ് ചെയ്തൊക്കെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പള്ളി കണ്ടാലും പ്രാർത്ഥിക്കും, അമ്പലം കണ്ടാലും പ്രാർത്ഥിക്കും, ഒരു ആംബുലൻസ് പാസ് ചെയ്താലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല, എന്നോട് ആരും നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. ജാതിയും മതത്തിലും പെട്ട ആൾക്കാരെ എല്ലാം റെസ്പെക്ട് ചെയ്യാൻ എന്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനെ ഒരു നല്ല കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യണം, സ്നേഹിക്കണം എന്നാണ് കേട്ട് ഞാൻ വളർന്നിട്ടുള്ളത്. എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? ഓക്കെ, അതാണ് നെഗറ്റീവ് പറഞ്ഞവർക്കൊക്കെ നല്ല കൃത്യമായി റനീഷ മറുപടി കൊടുത്തു അല്ലേ. എന്തായാലും അവർ അർഹിക്കുന്ന മറുപടി തന്നെയാണ് അവർ റനീഷ കൊടുത്തിട്ടുള്ളത്. എന്തായാലും മറുപടി കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റനീഷ ആദ്യമായിട്ടൊന്നുമല്ല റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കുന്നത്. ഇതിനു മുമ്പും ഒരുപാട് തവണ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. റനീഷ ബിഗ് ബോസ് മലയാളം സീസൺ 5 പാർട്ടിസിപ്പന്റ് ആയിരുന്നു അല്ലെ. ആ സീസണിലെ റണ്ണറപ്പ് ആയിരുന്നു ഈ പറഞ്ഞ റനീഷ. ഈ ബിഗ് ബോസ് മലയാളം സീസൺ 5 നടന്ന ഡേറ്റ് എന്നാണ് 2023 മാർച്ചാണ്. ഞാനത് സൈഡിൽ കൊടുക്കാം. എന്നാൽ ആ മാസം റമദാൻ മാസം എപ്പോഴായിരുന്നു? അതേ മാർച്ചിൽ തന്നെയായിരുന്നു. ആ ഡേറ്റ് ഞാൻ സൈഡ് കൊടുക്കാം. അതായത് 2023 ബിഗ് ബോസും റമദാൻ മാസവും ഒരേ സമയത്തായിരുന്നു. ഒരേ സമയത്താണ് അത് തുടങ്ങിയത്. ആ സീസണിൽ തന്നെയാണ് മുസ്ലിം നാമധാരിയായിട്ടുള്ള റനീഷ ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എന്തായാലും നോമ്പ് പിടിച്ചിട്ട് ഒരാൾക്ക് ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. മാത്രമല്ല ബിഗ് ബോസിൽ വെച്ച് റനീഷ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തായാലും ബിഗ് ബോസിൽ വെച്ച് റനീഷ നോമ്പ് പിടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ റമദാൻ മാസത്തിലെ നോമ്പിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല ഈ പറയുന്ന റനീഷ. അപ്പൊ അങ്ങനെയുള്ള റനീഷ ഒരു ആറ്റുകാൽ പൊങ്കാല വരുമ്പോഴേക്കും നോമ്പ് ഒഴിവാക്കി പൊങ്കാലേക്ക് പോയതിൽ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നും ഇല്ല. ഇവിടെ റനീഷ മാത്രമല്ല, ബിഗ് ബോസിൽ പങ്കെടുക്കുമ്പോൾ ഇഷ്ടംപോലെ മുസ്ലിം നാമധാരികൾ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാദിറ, പിന്നെ ജാസ്മിൻ ജാഫർ. എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് ജാസ്മിൻ ജാഫറിനാണ് കേട്ടോ. കാരണം ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളം സീസൺ 6 പങ്കെടുക്കാൻ പോയത്. ഏകദേശം റമദാൻ മാസം പകുതിയൊക്കെ ആയ സമയത്താണ് ആ സീസൺ തുടങ്ങുന്നത്. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നല്ലൊരു മുസ്ലിം കുട്ടിയാണ്, ദീനായിട്ടുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആചാര്യ ബിഗ് ബോസിലേക്ക് കയറി പോയത്. എന്നാൽ തിരിച്ചിറങ്ങി വന്നതിന് ശേഷമോ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതമാണ് പിന്നീട് ഈ പറഞ്ഞ ജാസ്മിൻ ജാഫർ നയിച്ചത്.
നയിച്ചത്, ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു തരം ട്രാൻസ്ഫോർമേഷൻ ആണ് കേട്ടത്. ബിഗ് ബോസ് കാരണം ഇത്രയും മാസീവ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ ഒരു വ്യക്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ, റെനീഷയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോമ്പ് പിടിക്കും, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോമ്പ് വിടും, അത്രേ അവർക്കുള്ളൂ. അതിന് ആ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതഗ്രന്ഥങ്ങളും പറയുന്നത് ഒരേ കാര്യം തന്നെയല്ല. മനുഷ്യൻ നന്നായി ജീവിക്കാനും സഹജീവികളോട് സ്നേഹം കാണിച്ച് റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകാനല്ലേ എല്ലാ മതക്കാരും പറയുന്നത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ ഉള്ളവൻ ഇല്ലാത്തവന് ദാനം ചെയ്ത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, സ്നേഹിക്കുക എന്നൊക്കെ തന്നെയല്ലേ. ഇതിനിടയ്ക്ക് എന്തിനാണ് ഇത്രമാത്രം നെഗറ്റിവിറ്റി? പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ എന്റെ പൊന്നോ തുറക്കാൻ പറ്റില്ല. ഫേസ്ബുക്കിന്റെ കാര്യം പറയാത്താണ് നല്ലത്. അത് വേറെ തന്നെ ഒരു യൂണിവേഴ്സ് ആണ്. ഇപ്പൊ ഞാനും ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതിന് കൂട്ടത്തിൽ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴൊക്കെ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നുണ്ടോ അപ്പോഴൊക്കെ തെരുവിളിയാണ്. അത് ആരിട്ടാലും അങ്ങനെയാണ്. അത് മറ്റൊന്നുമല്ല, ഫേസ്ബുക്കിലെ റെക്കമെൻഡേഷൻ പാറ്റേൺ കൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പൊ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു വീഡിയോ ഇടുമ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോകൾ കണ്ട വ്യക്തികളായിരിക്കും ആദ്യം തന്നെ ആ വീഡിയോ കാണുക. നാളെ വീഡിയോ ഇടാണെങ്കിലോ അതേ വ്യക്തികൾ തന്നെ ആയിരിക്കും നാളെയും കാണുക. നമ്മൾ മറ്റന്നാളുടെ വീഡിയോസ് ഒക്കെ അവരായിരിക്കും കാണുക. അതായത് ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഓഡിയൻസ് നമുക്ക് എപ്പോഴും യൂട്യൂബിൽ ഉണ്ടാക്കും. അവരായിരിക്കും നമ്മുടെ വീഡിയോ ആദ്യം കാണുക. അവർ കണ്ടതിന് ശേഷമായിരിക്കും പുറത്തുള്ള ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുക. എന്നാൽ ഫേസ്ബുക്കിന്റെ കാര്യം അങ്ങനെയല്ല, ഒരു റാൻഡം റെക്കമെൻഡേഷൻ ആണ്. അതായത് നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ട് ആ വീഡിയോ കണ്ട ആളായിരിക്കില്ല നാളെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ നാളത്തെ വീഡിയോ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റന്നാളത്തെ വീഡിയോ കാണുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. അതായത് എപ്പോഴും നോൺ ഫോളോവേഴ്സിലേക്കും നമ്മുടെ വീഡിയോ ഒരിക്കലും പോലും കാണാത്ത ആളുകളിലേക്കും ഒക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ട് ആ വീഡിയോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ എന്താക്കി തുടക്കം തന്നെ കയറി 4 തെറി കമന്റ് ചെയ്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ വരുന്ന പുതിയ ആൾക്കാരൊക്കെ ആ തെറി കമന്റ് കണ്ട് തുടരെ ഇങ്ങനെ വീണ്ടും കമന്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തായിരിക്കും, ഫുള്ളും തെറിയായിരിക്കും അതിന്റെ കമന്റ് ബോക്സിൽ ഉണ്ടാവുക. അതാണ് ഫേസ്ബുക്കിന് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, മൈൻഡ് ചെയ്യാണ്ട് ഇരിക്കാന്നേ ഉള്ളൂ. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും. പക്ഷേ എന്നെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു 10 ദിവസം മുന്നേ നോമ്പിന്റെ ഇനീഷ്യൽ ടൈമിലെ ഒരു ചേച്ചിയുടെ, അവർക്ക് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ്, അവര് ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ ഫസ്റ്റ് നോമ്പാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടു. ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പൊ അതിന്റെ കമന്റ്സും നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും. ഒരു നെഗറ്റീവ് പോലും ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു 10 ദിവസത്തിന് ഇപ്പുറം ഞാനൊരു പൊങ്കാല ഇട്ടപ്പോ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? എന്തിനാണ് മക്കളെ മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന കേരള സ്റ്റോറി 2 ഒക്കെ ഇറങ്ങി നിൽക്കുന്ന സമയമാണിത്. ആ സമയത്ത് തന്നെ നിങ്ങൾ ഈ രീതിയിൽ റെനീസിനെ സൈബർ അറ്റാക്ക് ചെയ്ത് മുസ്ലിങ്ങളെ വീണ്ടും പറയിപ്പിക്കാൻ നടക്കുകയാണോ? എന്തായാലും കൊള്ളാം, കഷ്ടമുണ്ട് കേട്ടോ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. ഒരാളെ കുത്തി നോവിക്കാനോ മോഷ്ടിക്കാനോ കുത്തിപ്പറിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. എന്തിനാണ് ഇത്? 2026 ആൾക്കാർ പല വിധത്തിലായിരിക്കും, പല വിധത്തിലുള്ള ഐഡിയോളജി ആയിരിക്കും, വിശ്വാസമായിരിക്കും. മറ്റുള്ള സംസ്കാരങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാരെയും റെസ്പെക്ട് ചെയ്യണം, എല്ലാരെയും സ്നേഹിക്കണം. ഇത് നമ്മുടെ ജീവിതമല്ലേ. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനും ദൈവവും തമ്മിലായിക്കോട്ടെ, അത് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലേ. അതാണ്, റെനീഷ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെനീഷും പഠിച്ചോണ്ട് തമ്മിലായിക്കോളും. വെറുതെ നിങ്ങൾക്ക് അതിൽ ഗുരു കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ തൊട്ടുമ്പ് പറഞ്ഞു വെച്ച പോയിന്റ് ആണ് കേട്ടോ. വീണ്ടും അവസരം കിട്ടിയപ്പോ ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. ഇത്രത്തോളം വിഷമിക്കുന്ന കരയുന്ന എന്തിനാ? നമുക്ക് അറിഞ്ഞൂടെ, എന്തെങ്കിലും തെറ്റായിട്ടാലും നല്ലത് ചെയ്താലും അത് നമുക്കല്ലേ ബൂമറാങ് പോലെ തിരിച്ചു വരുന്നേ. അതുകൊണ്ട് സ്റ്റോപ്പ് സ്പ്രെഡിങ് നെഗറ്റിവിറ്റി. ആൾക്കാർ ജീവിക്കട്ടെ, ജീവിക്കാൻ അനുവദിക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ലൈഫ് ജീവിക്കൂ. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ആ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസിയല്ല. കാരണം ഇസ്ലാമിക കോൺസെപ്റ്റ് പ്രകാരം ഇത് കഴിഞ്ഞ മറ്റൊരു ജീവിതം നമുക്ക് വരാനുണ്ട്. അവിടെ നമ്മുടെ നന്മ തിന്മകൾ തൂക്കപ്പെടുമെന്നാണ് ഇസ്ലാമിക കോൺസെപ്റ്റ്. നിങ്ങൾ ഒരു പൂർണ്ണ മുസ്ലിം ആകണമെന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റിൽ നിങ്ങൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കാത്ത പക്ഷേ നിങ്ങൾ ഒരു മുസ്ലിം ആകത്തില്ല. ഞാൻ ഇസ്ലാമിക കോൺസെപ്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം ഇസ്ലാമിനുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഈ കോൺസെപ്റ്റിൽ വിശ്വസിക്കണമോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണല്ലോ. എന്തായാലും ബാക്കിയുടെ ഉണ്ടോക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ളത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ സങ്കടപ്പെടുത്താതെ നല്ല രീതിക്ക് ജീവിച്ചാൽ തന്നെ ആ ജീവിതം നല്ലതായി. ഇപ്പൊ കേരളം തന്നെ എന്തോരം കാര്യങ്ങളെയാണ് വിറ്റ്നസ് ചെയ്തിട്ടുള്ളത്. മഹാമാരി, പ്രളയം, പിന്നെ മണ്ണിടിച്ചിൽ, അങ്ങനെ എന്തോരം ദുരന്തങ്ങളാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴൊക്കെ മനുഷ്യന്മാർ ഒറ്റക്കെട്ടായിട്ടല്ലേ നിന്നത്? രക്ഷിച്ചതും ഹെൽപ്പ് ചെയ്തതൊക്കെ ജാതി ഏതാ മതം ഏതാ നോക്കിയിട്ടാണോ? പിന്നെ എന്തിനാണ് ഒരു പൊങ്കാലി ഇടുമ്പോഴത്തേക്കും ഇത്രയും ഭൂകമ്പം? എന്തിനാ ഭൂകമ്പം? മറ്റൊന്നല്ല, റമദാൻ മാസം നോമ്പ് ഒഴിവാക്കി പൊങ്കാലയ്ക്ക് പങ്കെടുക്കാൻ പോയതാണ്. എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലേ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അപ്പോ ഇത് പറയണമെന്നുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളല്ലപ്പാ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ, അത് കുഴപ്പമില്ല. അത് നിങ്ങളും നിങ്ങളുടെ കർമ്മയും ആയിക്കോട്ടെ. അതും ബൂമറാങ് പോലെ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വരും. എന്തായാലും അത്രേ ഉള്ളൂ. ഇതിനിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ, കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ്. അവർക്ക് താങ്ക് യു സോ മച്ച്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇനിയുള്ള ജനറേഷൻ എങ്ങനെയാണ്, അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. അത്രേ ഉള്ളൂ, പറയാനുള്ളത് പറഞ്ഞു. താങ്ക് യു, ബൈ.
ഓക്കെ, അത് അത്രയേ ഉള്ളൂ. റനീഷിന്റെ വിശ്വാസം എന്താണോ അതിനനുസരിച്ച് റനീഷ മുന്നോട്ട് പോവുക. മറ്റുള്ളവർ എന്ത് പറയുന്നു, മറ്റുള്ളവർ തെറി വിളിക്കുന്നു എന്നൊന്നും റനീഷ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ റമദാൻ മാസം നോമ്പ് നോൽക്കാതെ പൊങ്കാലയ്ക്ക് പങ്കെടുക്കാൻ പോയി എന്നും പറഞ്ഞ് റനീഷയെ തീറ്റ വിളിക്കാൻ വരുന്ന മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളായിട്ട് വെറുതെ ഒരാളെ വ്യക്തിഹത്യ ചെയ്തും തെറി വിളിച്ചും ഇസ്ലാമിനെ പറയിപ്പിക്കാൻ നിൽക്കരുത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും ഓരോരുത്തരുടെ ഡിസ്റ്റൻസിനനുസരിച്ചുള്ള വിശ്വാസം ഫോളോ ചെയ്യാനുമുള്ള അവകാശം ഈ നാട്ടിലുണ്ട്. അതനുസരിച്ച് അവർ ജീവിച്ചോട്ടെ. അതിൽ കയറി ഇടപെട്ട് ചുമ്മാ ഒരു മതത്തെ പറയിപ്പിക്കാൻ നിൽക്കരുത്. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.